Students, today we are going to discuss about the functions of management. എന്തൊക്കെയാണ് മാനേജ്മെന്റിന്റെ ആക്ടിവിറ്റീസ്, എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഫങ്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ദി പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്, ഈ ഇത്രയും ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആയിട്ടുള്ളതാണ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസും 5 മാർക്ക് ക്വസ്റ്റ്യൻസും വരുന്ന ഏരിയയാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്നുള്ളത്. So, management is described as the process of planning, organizing, directing and controlling. ഇത്രയും ആക്ടിവിറ്റീസ് ഒരുമിച്ച് ചേർന്ന് മെമ്പേഴ്സിനെയും കൂടെ കോർഡിനേറ്റ് ചെയ്ത് റിസോഴ്സസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ച് ഗോൾസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഒന്നാമത്തെ പോയിന്റ് ആയിട്ടുള്ള പ്ലാനിങ്? നമുക്കറിയാം, നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുൻപും നേരത്തെ മുൻകൂട്ടി കണ്ട് ചിന്തിക്കുകയാണ്. ഓക്കെ, ഇത് ഇങ്ങനെ ചെയ്യാം, ഇത് ഈ സമയത്ത് ചെയ്യാം, അല്ലെങ്കിൽ ഈ രീതിയിൽ ഇന്ന ആളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാം. അപ്പൊ നമ്മൾ ഒരു കാര്യം പ്ലാൻ ചെയ്ത് ചെയ്യുന്നതും പ്ലാൻ ചെയ്യാതെ ചെയ്യുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അല്ലേ? സോ അത് തന്നെയാണ് പ്ലാനിങ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊണ്ട് മാനേജ്മെന്റിലും ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ തീരുമാനിക്കുകയാണ്. വി ആർ ഡിറ്റർമൈനിങ് ഇൻ അഡ്വാൻസ് എന്താണ് ചെയ്യാൻ പോകുന്നത്, വാട്ട് ഈസ് ടു ബി ഡൺ ആൻഡ് ഹൂ ഈസ് ടു ഡു ഇറ്റ്, ആരാണ് അത് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? ആദ്യം നമുക്ക് ഗോൾസ് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം, നേരത്തെ അഡ്വാൻസ് ആയിട്ട് ഇതാണ് ഞാൻ അച്ചീവ് ചെയ്യേണ്ട കാര്യം. അതേപോലെ തന്നെ അതിനു വേണ്ടിയിട്ടൊരു പാത്ത്, ഒരു വേ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെയാ പ്രയോജനമുള്ളത്? നമുക്ക് പ്രോബ്ലംസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ ഒരു പരിധി വരെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും ഇന്നത് വരും അത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാര്യങ്ങൾ, പ്രോബ്ലംസ് എന്തെങ്കിലും വന്നാൽ തടയാനും അതിനാവശ്യമായിട്ടുള്ള പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസിനെ കണ്ടെത്തി കണ്ടിജൻസി പ്ലാൻസ്, അതായത് പ്ലാൻസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സോ അതാണ് പ്ലാനിങ്ങിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും പ്ലാനിങ് ആണ്. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമൈനിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ആൻഡ് ഹൂ ഈസ് ടു ഡു ഇറ്റ്. ദാറ്റ് ഈസ് ദ ബേസിക് തിങ്. സോ പ്ലാനിങ്ങിന് ഒരു സൈക്കിൾ ഉണ്ട് എപ്പോഴും. സോ ഈ ഒരു ഫോമാറ്റ് നിങ്ങൾ പഠിച്ചു വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യും. പ്ലാൻ ഫോർമുലേറ്റ് ചെയ്തിട്ട് ആ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നോക്കും. ആ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് നമ്മൾ നോക്കി വെക്കണം. അതാണ് ഐഡന്റിഫൈ റിസോഴ്സസ് എന്ന്. അത് ഞാൻ പോയിന്റ് വിട്ടുപോയത്. ഐഡന്റിഫൈ റിസോഴ്സസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അതാണ്. അത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഇത്ര രൂപയുണ്ട്, അല്ലെങ്കിൽ 5 പേരുണ്ട് ജോലി ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊരു ഞാനൊരു സ്റ്റിച്ചിങ് ഒരു കമ്പനി അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയാണ്. അപ്പൊ എൻ്റെ കയ്യിൽ 3 തയ്യൽ മെഷീൻ ഉണ്ട്. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഞാൻ പ്ലാൻ ഇടേണ്ടത് അല്ലെ? എത്ര പേരെ എനിക്ക് അഡാപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെ എത്ര ജോലിക്കാരെ വെക്കാൻ പറ്റും എന്നുള്ളതൊക്കെ. എന്ന് പറഞ്ഞതുപോലെ ഫസ്റ്റ് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് അത് വെച്ചിട്ടൊരു പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ആ പ്ലാൻ കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ആ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കും, ഓക്കെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ അത് അങ്ങനെയാണോ, അത് നമ്മൾ കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നു. ദെൻ അത് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഗോൾസ് ഡിഫൈൻ ചെയ്ത് നമ്മൾ അത് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഒരു പ്രോപ്പർ പ്ലാനിലേക്ക് വരുന്നു. പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി, നമുക്ക് പറ്റുന്ന അനുസരിച്ച് പ്ലാൻ എ ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം, ഇതിങ്ങനെ പറ്റിയാലും ഇത് ചെയ്യാം. അതിനാണല്ലോ നമ്മൾ പ്ലാനിങ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഓൾട്ടർനേറ്റീവ്സ്. അതായത് നമ്മൾ ബാക്കിയുള്ള ഓൾട്ടർനേറ്റീവ്സ് നോക്കുന്നു. സോ ഒരു പ്ലാനിങ്ങിന്റെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് നിങ്ങൾ ഇതേ വാക്ക് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, പക്ഷെ ഈ ഒരു ഐഡിയ ആണ്. നമ്മുടെ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് നോക്കുന്നു, അത് വെച്ചിട്ട് നമ്മൾ പ്ലാൻസ് കറക്റ്റ് ആയിട്ട് ഫോർമുലേറ്റ് ചെയ്യുന്നു, ആ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അത് മോണിറ്റർ ചെയ്യുന്നു, അത് വെച്ചിട്ട് ഗോൾസ് പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യുന്നു, ദെൻ പ്രെമിസസ് സെറ്റ് ചെയ്യുന്നു, ആൾട്ടർനേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇതാണ് ആ പ്ലാനിങ്ങിന്റെ സൈക്കിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് ആണ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് പ്ലാൻ എടുത്തു വെച്ചു. ആ പ്ലാൻ വെച്ചിട്ട് പ്രോപ്പറായിട്ട് ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുക, ടാസ്കുകൾ കറക്റ്റായിട്ട് ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കുക, ഏത് അതോറിറ്റിയാണ് ഇത് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുക, അവർക്ക് വേണ്ട റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ആ സ്പെസിഫിക് പ്ലാൻ അടിപൊളിയായിട്ട് ക്യാരി ഔട്ട് ചെയ്യുക.
അതാണ് ഓർഗനൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി, ഈ പ്ലാൻ ഏതൊക്കെ ഡ്യൂട്ടി ആരൊക്കെ ചെയ്യണം, അത് ഏത് ഗ്രൂപ്പാണ് ചെയ്യേണ്ടത്, ഏത് അതോറിറ്റിയാണ് അത് ലീഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ റിസോഴ്സസ് ആണ് അവർ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ആക്ടിവിറ്റീസ് നമുക്കൊരു ഔട്ട്ലൈൻ നമുക്ക് കിട്ടും എങ്ങനെ ചെയ്യണം എന്നുള്ളത്. സോ ഈ ഓർഗനൈസിങ്ങിലാണ് ശരിക്കും ആരാണ് ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യേണ്ടതെന്നുള്ളത് എടുത്തു പറയുന്നത്. എപ്പോഴാണ് അത് ചെയ്യേണ്ടത്, ഏത് രീതിയിൽ അത് ചെയ്യണം, അങ്ങനെ എടുത്തു പറയണത് ഓർഗനൈസിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിൽ വെച്ചിട്ടാണ്. സോ ഇപ്പൊ നമ്മളിപ്പോൾ പ്ലാനിങ് നമ്മൾ പറഞ്ഞു, ഒരു പ്ലാൻ എന്ത് വേണം, നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി, ആ പ്ലാൻ ആര് ചെയ്യണം, എങ്ങനെ ഏത് രീതിയിൽ അത് വർക്ക്ഔട്ട് ചെയ്യണം എന്ന് പറയേണ്ടത് ഓർഗനൈസിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനിലാണ്. സോ മെയിനായിട്ടും ടാസ്കുകൾ ഗ്രൂപ്പ് ചെയ്യുന്നത്, ഏത് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് അത് മാനേജ് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത്, ഏത് വർക്ക് യൂണിറ്റ് ആണ് അവിടെ വർക്ക് ചെയ്യേണ്ടത്, ഇതെല്ലാം ഓർഗനൈസിങ്ങിലാണ് വരുന്നത്. അപ്പൊ ഓരോ തരത്തിലുള്ള ബിസിനസ്സിനും ഓരോ തരത്തിലുള്ള സ്ട്രക്ചറുകളായിരിക്കും, നമുക്കറിയാമല്ലേ. അപ്പൊ അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് വർക്ക് ഓർഗനൈസ് ചെയ്യുന്ന രീതിയൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. സോ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൽ ഫസ്റ്റ് പ്ലാനിങ് നമ്മൾ ഒരു ഐഡിയ കിട്ടി. രണ്ടാമത്തെ പോയിന്റ് ആണ് ഓർഗനൈസിങ് എന്നുള്ളത്. പ്ലാനിങ് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു, ഓർഗനൈസിങ് ആ പ്ലാൻ എങ്ങനെ ചെയ്യണം, ആര് ചെയ്യണം എന്ന് വർക്ക്ഔട്ട് ചെയ്യണത് ഓർഗനൈസിങ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിലാണ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. തേർഡ് ഫംഗ്ഷനിലോട്ട് വരാനാണെങ്കിൽ സ്റ്റാഫിങ്. എന്താ സ്റ്റാഫിങ് എന്ന് പറയാം? സ്റ്റാഫ് എന്താ? ജോലി ചെയ്യുന്ന ആളുകൾ അല്ലേ, നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ആളുകൾ. കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ജോലി ചെയ്തില്ല. ഇപ്പൊ ഡാൻസ് ടീച്ചറെ നമ്മൾ വെക്കുകയാണ്, ഡാൻസ് അറിഞ്ഞുകൂടാത്ത ഒരാളെ നമുക്ക് ഒരിക്കലും പഠിപ്പിക്കാനായിട്ട് പറ്റില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കൊരു വലിയ ആളുകളെ പഠിപ്പിക്കുന്ന ടീച്ചറിനെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊക്കെ തമ്മിൽ വ്യത്യാസം കാണും. കാരണം ചില ടീച്ചേഴ്സിന് ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ നല്ല ഒരു നാക്ക് ഉണ്ടായിരിക്കും. ഇപ്പൊ നഴ്സറി സ്കൂളിലൊക്കെ ഒരു ഡാൻസിങ് പരിപാടിയൊക്കെ ആണെങ്കിൽ അത് സ്ഥിരമായിട്ട് ചെയ്യുന്ന റൈറ്റ് ആൾക്കാർ വന്നില്ലെങ്കിൽ അവർക്ക് ഒരിക്കലും ആ പ്രോഗ്രാം വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഒരു അറിയാവുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ സ്റ്റാഫിങ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമ്പനിയിൽ ഒരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഫൈൻഡിങ് ദ റൈറ്റ് പീപ്പിൾ ഫോർ ദ റൈറ്റ് ജോബ്. കറക്റ്റായിട്ട് ആ ജോലി ചെയ്യാനുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് ജോലി കൊടുക്കണം. ദാറ്റ് ഈസ് ഫൈൻഡിങ് ദ റൈറ്റ് പീപ്പിൾ ഫോർ ദ റൈറ്റ് ജോബ്. റൈറ്റ് പീപ്പിൾ വിത്ത് റൈറ്റ് ക്വാളിഫിക്കേഷൻസ് അവരായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ നമ്മളിവിടെ റൈറ്റ് പീപ്പിൾ വിത്ത് റൈറ്റ് ക്വാളിഫിക്കേഷൻ അറ്റ് ദി റൈറ്റ് പ്ലേസ്, അതാണ് സ്റ്റാഫിങ്. It is very important, finding the right people for the right job, which means right people, right qualification, right places. ഇത് മൂന്നും ഓർത്ത് വെക്കുക. ഓൾസോ ഈ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷന് വേറൊരു പേരുണ്ട്. ചിലപ്പോൾ ഇത് മാത്രമായിട്ട് എടുത്ത് ചോദിക്കാം. വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്? സോ യു ക്യാൻ മെൻഷൻ ദാറ്റ് ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻ മാനേജ്മെന്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റാഫിംഗ് ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ അതിന്റെ പേരെന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻ എന്നുള്ളത് അതിന്റെ പേരാണ്. ഇറ്റ് ഇൻവോൾവ്സ് ആക്ടിവിറ്റീസ് സച്ച് ആസ്, എന്തൊക്കെ ഉണ്ട് സ്റ്റാഫിങ്ങിനകത്ത്, എന്തൊക്കെ വരും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഒരു ടീമിന് അല്ലെങ്കിൽ ഒരാളെ നമുക്ക് സ്റ്റാഫായിട്ട് അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ വിളിക്കും അല്ലേ. റിക്രൂട്ട്മെന്റ് പ്രോസസ് ഉണ്ട്, അവിടെ സെലക്ഷൻ പ്രോസസ് ഉണ്ട്, കറക്റ്റ് ആയിട്ടുള്ള പ്ലേസ്മെന്റ്സ് വരും, ട്രെയിനിങ് കറക്റ്റായിട്ട് കൊടുക്കണം ആ ഒരു വ്യക്തിക്ക്. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനിൽ നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ പ്ലാനിങ് നോക്കി, ഓർഗനൈസിങ് നോക്കി, സ്റ്റാഫിംഗ് നോക്കി അല്ലെ. പ്ലാനിങ് എന്തായിരുന്നു? ഒരു സ്പെസിഫിക് പ്ലാൻ നമ്മൾ കണ്ടെത്തുന്നു. ഓർഗനൈസിങ് എന്തായിരുന്നു? ആരാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളതുള്ള പ്രോപ്പർ ആയിട്ടുള്ള അസൈൻമെന്റ് ആണ് ഓർഗനൈസിംഗിൽ വരുന്നത്. തേർഡ് സെക്ഷനിലോട്ട് വരുന്ന സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് എന്താ? ഫൈൻഡിങ് ദ റൈറ്റ് പീപ്പിൾ അല്ലെ. റൈറ്റ് പീപ്പിൾ ഫോർ ദ റൈറ്റ് ജോബ്, അതായത് റൈറ്റ് പീപ്പിൾ വിത്ത് റൈറ്റ് ക്വാളിഫിക്കേഷൻ അറ്റ് ദി റൈറ്റ് പ്ലേസസ്. സോ അതിന് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്? അവർക്ക് റിക്രൂട്ട്മെന്റ് ഉണ്ട്, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള സെലക്ഷൻ പ്രോസസ് ഉണ്ടായിരിക്കും, അവർക്ക് കറക്റ്റ് ആയിട്ട് പ്ലേസ്മെന്റ് ചെയ്യണം. അത് മാത്രമല്ല ആ പർട്ടിക്കുലർ വ്യക്തിക്കുള്ള ട്രെയിനിങ്ങും നമ്മൾ തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞുള്ള ഫംഗ്ഷന്റെ വേറൊരു പേരെന്താ? ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻ. അപ്പൊ എന്തൊക്കെയാ സ്റ്റാഫിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. കറക്റ്റ് ആയിട്ടുള്ള ടാലന്റിനെ കണ്ടെത്തുക, അവർക്കുള്ള കറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് സെലക്ഷൻ പ്രോസസ്സ് നടത്തുക, ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് അവർക്ക് കൊടുക്കുക. അതായത് ഒരു കോമ്പറ്റീറ്റീവ് പ്രൈസിലായിരിക്കണം അവർക്ക് സാലറി ഒക്കെ കൊടുക്കേണ്ടത്. എന്നാലല്ലേ ആളുകൾക്ക് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ അവർക്കുള്ള കറക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്സ് കൊടുക്കുക. ദെൻ ജോബ് സാറ്റിസ്ഫാക്ഷൻ, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് സ്റ്റാഫിങ്ങിന്റെ മേജർ ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നതാണ് ഡയറക്റ്റിംഗ്. എന്താണ് ഡയറക്റ്റിംഗ്?
ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിനിമയുടെ ഡയറക്ടർ, നിങ്ങൾക്ക് അറിയാമല്ലോ ആരാ സിനിമയുടെ ഡയറക്ടർ എന്ന് പറയുന്നത്? ആ സിനിമയുടെ മൊത്തം കാര്യങ്ങളും ഡീൽ ചെയ്യുന്ന വ്യക്തിയായിരിക്കും അല്ലേ? അയാൾ എന്താ ചെയ്യുക? എല്ലാം കറക്റ്റായിട്ട് നോക്കി ആൾക്കാരെ ലീഡ് ചെയ്യുന്നു. ഹി ഈസ് എ ലീഡർ. ആക്ച്വലി ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്, ഒരു ലീഡിങ് ക്വാളിറ്റിയാണ്. ലീഡിങ്, ഇൻഫ്ലുവൻസിങ്, അല്ലെങ്കിൽ വ്യക്തികളെ മോട്ടിവേറ്റ് ചെയ്യുക ടു പെർഫോം ദ ടാസ്ക്. ഒരു ടീമിന് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ടാസ്ക് കറക്റ്റായിട്ട് ലീഡ് ചെയ്യുക, ഇൻഫ്ലുവൻസ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? എംപ്ലോയീസിനെ പെർഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിനെയാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇപ്പോൾ ഒരു ഡയറക്ടർ ആലോചിച്ചാൽ മതി. ഹി വിൽ ലീഡ്, ഹി വിൽ ഇൻഫ്ലുവൻസ്, ഹി വിൽ മോട്ടിവേറ്റ് ഹിസ് എംപ്ലോയീസ് ഒരു ടാസ്ക് പെർഫോം ചെയ്യാനായിട്ട്. അത് മാത്രമല്ല, ഈ ഡയറക്റ്റിംഗ് ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷന്റെ സമയത്താണ് എംപ്ലോയീസിന് അവർക്ക് വർക്ക് ചെയ്യേണ്ട ഒരു അറ്റ്മോസ്ഫിയർ, ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കൊടുക്കുന്നത്. സോ മോട്ടിവേഷൻ ചെയ്യുക, ലീഡർഷിപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഡയറക്ഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കീസ്. എന്തൊക്കെയാ? ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്യുക, ലീഡർഷിപ്പ് കറക്റ്റ് ആയിട്ട് ചെയ്യുക. ഇതൊക്കെ ദീസ് ആർ ദ 2 കീ കമ്പോണൻസ് ഓഫ് ഡയറക്ഷൻ. Directing also involves communicating effectively as well as supervising employees at work. Directing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മൂത്ത് ആയിരിക്കണം കമ്മ്യൂണിക്കേഷൻ. ഡയറക്ടർ എന്ന് പറയുന്നത് ഹൂസ് എ ലീഡർ അല്ലെ? അയാളാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്. അയാൾ മോശമായിട്ടാണ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ എംപ്ലോയീസിന്റെ ഇടയ്ക്ക് എങ്ങനെയായിരിക്കും കാര്യങ്ങൾ വർക്ക്ഔട്ട് ആവുക? തീർച്ചയായിട്ടും ഒരു റോങ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. സോ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഡയറക്റ്റിംഗിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത് സൂപ്പറായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഡയറക്റ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് മച്ച് ഇമ്പോർട്ടൻസ് എന്തിനുണ്ട്? ഡയറക്ഷന് ഉണ്ട്. അതേപോലെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് വളരെ അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കേപ്പബിലിറ്റിയാണ്. അതായത് ലീഡർ ആണ് ബാക്കിയുള്ളവർ എന്താ ചെയ്യേണ്ടത് തീരുമാനിക്കുക. സോ അതിന്റെ ഇമ്പോർട്ടൻസും കൂടെ നിങ്ങൾക്ക് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനിൽ മെൻഷൻ ചെയ്യാൻ പറ്റും. ഓൾവേസ് ഒരു ഗുഡ് മാനേജർ ആണെങ്കിൽ അയാൾക്ക് പ്ലസും മൈനസും ഒരേപോലെ റിസീവ് ചെയ്ത്, അതായത് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസംസ് ഒക്കെ എടുത്ത്, അയാൾ ഗുഡ് ക്വാളിറ്റീസ് ആണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, ക്രിറ്റിസിസം ആണെങ്കിൽ അതിൽ നിന്ന് എടുത്ത് റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് അതിൽ നിന്ന് ശരിയിലേക്ക് പോവുക. അതാണ് ഡയറക്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പ്ലാനിങ്, ഓർഗനൈസിങ്, അതേപോലെ നമ്മൾ സ്റ്റാഫിംഗ് പഠിച്ചു, ഇപ്പോൾ ഡയറക്റ്റിംഗ് പഠിച്ചു. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ലീഡർഷിപ്പ്, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി വിത്ത് ദ എംപ്ലോയീസ് ഫോർ വർക്ക്. സോ ദാറ്റ് മച്ച്. ഗുഡ് മാനേജർ ആണെങ്കിൽ ഹി വിൽ ഡയറക്ട് ത്രൂ പ്രൈസ് ആൻഡ് ക്രിറ്റിസിസം. അതാണ് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനിൽ പറയുന്നത്. ഓക്കെ. ദെൻ കൺട്രോളിംഗ്. വാട്ട് ഈസ് കൺട്രോളിംഗ്? നമ്മൾ ഒരു കാര്യം, ആൾക്കാരെ നമ്മൾ പ്ലാൻ കണ്ടുപിടിച്ചു, അത് ഓർഗനൈസ് ചെയ്തു, അതിനുള്ള സ്റ്റാഫിനെ നമ്മൾ എടുത്തു, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള എല്ലാ ഡയറക്ഷൻസ് ഒക്കെ കൊടുത്തു. എന്നിട്ട് നമ്മൾ അങ്ങ് അഴിച്ചു വിട്ടാൽ അവർ നന്നായിട്ട് വർക്ക് ചെയ്യുമോ? ഒരിക്കലുമില്ല. We have to control. We have to monitor everything. Each and every time നമ്മൾ ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആളുകൾ ഇത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. മോണിറ്റർ, ഒരു പെർഫോമൻസ് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിനാണ് കുട്ടികളെ സ്കൂളിൽ പഠിക്കുമ്പോൾ എക്സാംസ് ഒക്കെ ഇടുന്നത്? അപ്പോൾ അവർ ഇത്ര ടോപ്പിക്സ് ഒക്കെ പഠിപ്പിച്ച് പോയാൽ പോരെ. പക്ഷെ അങ്ങനെയല്ലല്ലോ, നിങ്ങൾക്ക് എക്സാംസ് വരും. അപ്പോൾ എക്സാംസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഈ കുട്ടിക്ക് ഇത് ഇത്രയും മനസ്സിലായി, ദാറ്റ് മീൻസ് ഇനിയും അവന് മാർക്ക് സ്കോർ ചെയ്യാനുണ്ട്. 100 ഔട്ട് ഓഫ് 100 ആണ് കുട്ടികൾക്കെല്ലാം എങ്കിൽ ഓക്കെ ഇത് നല്ലൊരു ട്രാക്കിലാണ് പോകുന്നത്, ഇറ്റ് വിൽ ബി ഗോയിങ് ത്രൂ ഗുഡ് പ്രോസസ് ആണ്, അതൊന്നും നമുക്ക് മനസ്സിലാവും. സോ കൺട്രോളിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോണിറ്റർ ചെയ്യുക, പെർഫോമൻസ്, ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ആണല്ലോ അവിടെ നടക്കുന്നത്, അതിനുള്ള രീതിയിലാണോ അവരുടെ പെർഫോമൻസ് പോകുന്നത്. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു സെറ്റ് എ സ്റ്റാൻഡേർഡ്. ഇപ്പൊ നിങ്ങൾക്ക് എക്സാമിനൊക്കെ ഒരു പാസ് മാർക്കില്ലേ, ഇപ്പം 100ൽ 50 വേണം നിങ്ങൾക്ക് പാസ് ആവാൻ എന്നുണ്ടെങ്കിൽ ആ 50 എന്നുള്ളതാണ് ഒരു സ്റ്റാൻഡേർഡ്. ആ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് എപ്പോഴും എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിരിക്കണം. എന്നിട്ട് കറന്റ് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കണം. ഇപ്പം നിങ്ങൾ 50 മാർക്കാണ് പാസ് മാർക്ക്, നിങ്ങൾക്ക് 45 ആണ് മാർക്ക് എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങളുടെ കറന്റ് പെർഫോമൻസ് ആ സ്റ്റാൻഡേർഡ് പെർഫോമൻസിൽ നിന്നും താഴെയാണ്. സോ അതേപോലെയാണ് ഒരു കമ്പനിയിലെ ആളുകൾ ഇത് അനലൈസ് ചെയ്യുന്നത്. ഒരു സ്റ്റാൻഡേർഡ് പെർഫോമൻസ് വയ്ക്കും, നിങ്ങളുടെ കറന്റ് പെർഫോമൻസ് നോക്കും, എന്നിട്ട് അത് രണ്ടുപേരും കൂടെ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓക്കെ ഇത് ഇയാളിപ്പം 45 ആണെന്നുണ്ടെങ്കിൽ അതിന് 5 മാർക്കോട് കൂടിയാലേ അയാൾ അറ്റ്ലീസ്റ്റ് പാസ് മാർക്കിലെങ്കിലും എത്തത്തുള്ളൂ, സ്റ്റാൻഡേർഡ് പെർഫോമൻസിലെങ്കിലും എത്തത്തുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻസ് എടുക്കും. ഈ പോയിന്റ് ആണ് കൺട്രോളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻസിൽ നിങ്ങൾ എലാബറേറ്റ് ചെയ്ത്
എഴുതേണ്ടത്. അപ്പൊ എന്തൊക്കെ എഴുതാൻ പറ്റും കൺട്രോളിങ്ങില്? കൺട്രോളിങ്ങിന് ഇൻവോൾവ് ആയിട്ടുള്ളത് മോണിറ്റർ ചെയ്യുക എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഓർഗനൈസേഷണൽ പെർഫോമൻസ് മോണിറ്റർ ചെയ്യുക. അപ്പൊ എങ്ങനെ നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്യുന്ന സമയത്ത് കറക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നു. സോ ഇതുപോലെ വേരിയസ് ഫങ്ഷൻസ് ഓഫ് എ മാനേജർ യൂഷ്വലി ഡിസ്കസ്ഡ് ഇൻ ഓർഡർ ടു ഗിവ് ദ പ്ലാൻസ്, ഓർഗനൈസേഴ്സ്, സ്റ്റാഫ് ഡയറക്ഷൻ, അതേപോലെ തന്നെ കൺട്രോളിങ്. ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ് ഏരിയ. ഇവിടുന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇൻഡിവിജ്വൽ ആയിട്ടും ചോദിക്കാം, ജനറലിയും ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ദാറ്റ് ഈസ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. നെക്സ്റ്റ് വരുന്നത് വളരെ ഇമ്പോർട്ടന്റ്, നിങ്ങളുടെ ഈ ഒരു ചാപ്റ്ററിലെ ഒരു എൻഡിലേക്ക് എത്തുന്ന ഒരു പാർട്ടാണ് കോർഡിനേഷൻ. കോർഡിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എഴുതാനായിട്ടൊന്നും കിട്ടാത്ത ഒരു ഏരിയ ആണ്. പക്ഷെ ക്വസ്റ്റ്യൻസ് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വരാം. കോർഡിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോൺ ആസ് എസെൻസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ എസെൻസ് ആണെന്നാണ് പറയുന്നത്. കാരണം എല്ലാ ആക്ടിവിറ്റീസിലും കോർഡിനേഷൻ വരും. സോ എ മാനേജർ ഹാസ് ടു ലിങ്ക് ദീസ് ഡൈവേഴ്സ് ഗ്രൂപ്പ്സ് ടുവേർഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് എ കോമൺ ഗോൾ. ഏറ്റവും ഇമ്പോർട്ടന്റ് അതാണ്. എല്ലാ കാര്യങ്ങളും ലിങ്ക് ചെയ്താലേ, മാനേജറെ ലിങ്ക് ചെയ്താലേ അയാളുടെ ഗോളിലേക്ക് ഇതിനെ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും സിങ്ക്രണൈസ് ചെയ്യുന്നതിനെ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനെ ഒരുമിച്ച് ഒരു ലിങ്ക് ആക്കി സിങ്ക്രണൈസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോർഡിനേഷൻ എന്ന് പറയുന്നത്. കോർഡിനേഷൻ ഈസ് ദ ഫോഴ്സ് ദാറ്റ് ബൈൻഡ്സ് ഓൾ അതർ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. എല്ലാ ഫങ്ഷൻസിനെയും കൂടെ കോർഡിനേറ്റ് ചെയ്തെടുക്കുന്നു. അപ്പൊ ഇതിന്റെ കോമൺ ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പർച്ചേസ് ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്, സെയിൽസ് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്. ഇതൊക്കെ ഒരു കണ്ടിന്യൂസ് ലെവലിൽ പോകുന്ന ഒരു ലിങ്ക് ചെയ്ത് പോണതാണ്. അപ്പൊ ഇത് ലിങ്ക് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? കോർഡിനേഷൻ വേണം. സോ അതിന്റെ ഹെഡിങ് എപ്പോഴും എന്തായിരിക്കണം? കോർഡിനേഷൻ ഈസ് ദി എസെൻസ് ഓഫ് മാനേജ്മെന്റ്. അപ്പൊ കോർഡിനേഷൻ സംടൈംസ് ബാക്കിയുള്ള ഫംഗ്ഷൻസിൽ നിന്നും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. കാരണം മാനേജ്മെന്റിന്റെ ഒരു ഫംഗ്ഷനകത്ത് കോർഡിനേഷൻ വരുന്നില്ല. ബിക്കോസ് എല്ലാത്തിലും കോർഡിനേഷൻ ഉള്ളത് കൊണ്ട്, പ്ലാനിങ്ങിൽ കോർഡിനേഷൻ വേണം, ഓർഗനൈസിംഗിൽ കോർഡിനേഷൻ വേണം, എല്ലാത്തിലും കോർഡിനേഷൻ വേണം. അതുകൊണ്ടാണ് എടുത്ത് ഫംഗ്ഷൻസിന്റെ കൂടെ കോർഡിനേഷൻ എന്നുള്ള കാര്യം പറയാത്തത്. അപ്പൊ കോർഡിനേഷൻ ഈസ് ഇംപ്ലിസിറ്റ് ആൻഡ് ഇൻഹെറന്റ് ഇൻ ഓൾ ഫംഗ്ഷൻസ്. എല്ലാ ഫംഗ്ഷൻസിലും അത് ഇൻവോൾവ് ആണ്. ഇറ്റ് ബിഗിൻസ് അറ്റ് ദ പ്ലാനിങ് സ്റ്റേജ് ഇറ്റ്സെൽഫ്. തുടക്കത്തിൽ തൊട്ട് കോർഡിനേഷൻ അവിടെ ഉണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ത്രൂ ദ പ്രോസസ് ഓഫ് കോർഡിനേഷൻ ദ മാനേജർ ensure the orderly arrangement of individual and group efforts to ensure unity of action in the realization of common objectives. എന്താ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? So it is the process of coordination manager ensure, അതായത് ഈ ഇൻഡിവിജ്വൽസിനെ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഗ്രൂപ്പ് എഫേർട്ട് ഇട്ട് ഒരുമിച്ച് കൊണ്ടുവന്ന് അവിടെ ഒരു യൂണിറ്റി, എല്ലാവരും കൂടെ ഐക്യമത്യം എന്നല്ലേ പറയാം, മഹാബലം എന്നല്ലേ പറയുന്നത്. അതാണ് യൂണിറ്റി ഓഫ് ആക്ഷൻ കൊണ്ട്, അതായത് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു കോമൺ ഒബ്ജക്റ്റീവ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം വേണ്ട ഒരു ലിങ്ക് ആണ്, അല്ലെങ്കിൽ ഒരു എസെൻസ് ആണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. സോ കോർഡിനേഷൻ ഓൾവേസ് എന്തിലുണ്ടായിരിക്കും? എല്ലാ ഫങ്ഷൻസിലും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഒരു ഫങ്ഷൻ ആയിട്ട് കൂട്ടാത്തത്. സോ ഇതിന്റെ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് 1 മാർക്സിനൊക്കെ ചിലപ്പോൾ ചോദിക്കാം. കോർഡിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബാലൻസിങ് ആൻഡ് കീപ്പിംഗ് ടുഗെദർ ആൻഡ് ദ ടീം ബൈ എൻഷുറിംഗ് സ്യൂട്ടബിൾ അലോക്കേഷൻ ഓഫ് ടാസ്ക് to the various members and seeing that the tasks are performed with harmony among the members themselves. EFL ബ്രേച്ചിന്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. You have a lot of definitions in your textbooks. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ നിങ്ങൾക്ക് കാണാതെ പഠിക്കാം. ഡെഫിനിഷൻസ് എപ്പോഴും കാണാതെ പഠിച്ച് വേണം എഴുതാൻ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ? പ്രോപ്പറായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ദാറ്റ് ഈസ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. കോർഡിനേഷൻ ഈസ് ദി എസെൻസ് ഓഫ് മാനേജ്മെന്റ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോർഡിനേഷൻ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. കോർഡിനേഷൻ ഇന്റഗ്രേറ്റ് ഗ്രൂപ്പ് എഫേർട്സ്. ഫസ്റ്റ് പോയിന്റ്, കോർഡിനേഷൻ ഇന്റഗ്രേറ്റ് ഗ്രൂപ്പ് എഫേർട്സ്. അതായത്
കോമൺ ആയിട്ടുള്ള ലിങ്ക് ആണ് നമ്മൾ പറഞ്ഞു, എസെൻസ് ആണെന്ന് പറഞ്ഞു. എല്ലാ ഗ്രൂപ്പ് എഫേർട്സിനെയും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന, കോർഡിനേറ്റ് ചെയ്യുന്ന, ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. കോർഡിനേഷൻ എൻഷുർ യൂണിറ്റി ഓഫ് ആക്ഷൻ. അതായത് എല്ലാ ഗ്രൂപ്പിനെയും ഒരുമിച്ച് ചേർത്ത് അവർ ഒരുപോലെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു കോമൺ പർപ്പസിലേക്ക് ഒരുപോലെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ലിങ്ക് ആണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. സോ കോർഡിനേഷൻ ഇന്റഗ്രേറ്റ് ഗ്രൂപ്പ് എഫേർട്സ്, കോർഡിനേഷൻ എൻഷുർ യൂണിറ്റി ഓഫ് ആക്ഷൻ. ശരിക്കും പറഞ്ഞാൽ രണ്ടിന്റെയും അർത്ഥം ഏകദേശം വരുമ്പോൾ ഔട്ട്കം ഒന്ന് തന്നെയാണ്, പക്ഷെ നമ്മൾ പോയിന്റ്സ് ആയിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതും. ഓക്കെ, കോർഡിനേഷൻ ഇന്റഗ്രേറ്റ് ഗ്രൂപ്പ് എഫേർട്സ്, കോർഡിനേഷൻ എൻഷുർ യൂണിറ്റി ഓഫ് ആക്ഷൻ. അതേപോലെ തന്നെ കോർഡിനേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. അതായത് ഒരു വൺ ടൈം ഫംഗ്ഷൻ അല്ല. ഞാനിപ്പോൾ 2-3 തവണ അത് എടുത്തു പറഞ്ഞു. കോർഡിനേഷൻ ഈസ് നോട്ട് എ വൺ ടൈം ഫംഗ്ഷൻ. ഇത് കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടിരിക്കും. ഇറ്റ് ബിഗിൻസ് അറ്റ് ദ പ്ലാനിങ് സ്റ്റേജ് ആൻഡ് കണ്ടിന്യൂസ് ടിൽ കൺട്രോളിങ്. പ്ലാനിങ് തൊട്ട് കൺട്രോളിങ് വരെയുള്ള എസെൻസ് ആണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. കോർഡിനേഷൻ ഈസ് എ വൈഡ് ഫംഗ്ഷൻ, ഓൾ പെർവേസീവ് ഫംഗ്ഷൻ ആണ്. അതായത് കോർഡിനേഷൻ എന്ന് പറയുന്ന കാര്യം ensure at all levels of management due to interdependent nature of activities of various departments. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും പരസ്പരം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത്. അപ്പോൾ പർച്ചേസും സെയിൽസും മാർക്കറ്റിങ്ങും ഫിനാൻസും ഒക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഇതെല്ലാം ലിങ്കാണ്. പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങും ഡയറക്റ്റിങ്ങും കൺട്രോളിങ്ങും ഒക്കെ ലിങ്ക് ചെയ്ത് പോകുന്നതാണ്. സോ ഈ ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റിൽ ഈ കോർഡിനേഷൻ നമുക്ക് ആവശ്യമായിട്ട് ഉണ്ട്. ഇറ്റ് ഇന്റഗ്രേറ്റ് ദ എഫേർട്സ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് അറ്റ് ഡിഫറെന്റ് ലെവൽസ്. പല ഡിപ്പാർട്ട്മെന്റിലെ പല ലെവൽസിന്റെ സമയത്ത് ഇത് ഇവരുടെ എഫേർട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അത് മാത്രമല്ല, കോർഡിനേഷൻ ഇസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ മാനേജേഴ്സ്. ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആയിക്കോട്ടെ, മിഡിൽ ലെവൽ മാനേജേഴ്സ് ആയിക്കോട്ടെ, ഓപ്പറേഷണൽ ലെവൽ മാനേജ്മെന്റ് ആയിക്കോട്ടെ, ഇതെല്ലാം എന്താണ്? ഇറ്റ് ഇന്റഗ്രേറ്റ് ഓൾ ദി എഫേർട്സ് ഓഫ് മാനേജേഴ്സ്. എല്ലാവരും ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആണെങ്കിൽ അവരുടെ സബോർഡിനേറ്റ്സിനെ കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്യണം. പോളിസീസ് കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അത് ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ടോ, ആരൊക്കെയാണ് ചെയ്യുന്നത്, ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യണം. മിഡിൽ ലെവൽ മാനേജേഴ്സ് എന്ത് ചെയ്യും? മിഡിൽ ലെവൽ മാനേജേഴ്സ് ആണെങ്കിൽ അവരെന്താ കോർഡിനേറ്റ് ചെയ്യാം? ബോത്ത് ടോപ്പ് ലെവൽ ആൻഡ് ഫസ്റ്റ് ലൈൻ മാനേജേഴ്സിനെ അവരെ കോർഡിനേറ്റ് ചെയ്യും. ഓപ്പറേഷണൽ ലെവലിലാണ് എന്ത് ചെയ്യും? മാനേജ്മെന്റ് കോർഡിനേറ്റ്സ് ദ ആക്ടിവിറ്റീസ് ഓഫ് വർക്കേഴ്സ്. അവരുടെ ഏറ്റവും ലോ ലെവലുള്ള ആക്ടിവിറ്റീസിന് വർക്കേഴ്സിനെ അവരെന്ത് ചെയ്യും? മെൻഷൻ ചെയ്യും. കറക്റ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് പറയും. സോ എല്ലാ ലെവലിലും കോർപ്പറേഷൻ എന്ന് പറയുന്നത് ആവശ്യമായിട്ട് വരും. ദെൻ കോർഡിനേഷൻ എന്ന് പറയുന്നത് ഒരു ഡെലിബറേറ്റ് ഫംഗ്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈവൻ വെൻ മെമ്പേഴ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് വില്ലിംഗ്ലി ടു കോപ്പറേറ്റ് ആൻഡ് വർക്ക്, കോർഡിനേഷൻ ഗിവ്സ് ഡയറക്ഷൻ ടു ദാറ്റ് വില്ലിംഗ് സ്പിരിറ്റ്. എടുത്ത് പറഞ്ഞിരിക്കുന്നുണ്ടോ? കോർഡിനേഷൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഒരു ഡിപ്പാർട്ട്മെന്റിനകത്ത് ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കും. പക്ഷേ ഒരു ബെറ്റർ സ്പിരിറ്റോട് കൂടി അവർക്ക് ആ വർക്ക് ചെയ്യാനായിട്ട്, കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട് ഈ കോർഡിനേഷൻ എന്ന് പറഞ്ഞ എലമെന്റ് അവരെ സഹായിക്കും. എപ്പോഴും കോർഡിനേഷൻ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പം നമുക്ക് കോപ്പറേറ്റ് ചെയ്ത് എല്ലാവരും സഹകരണ മനോഭാവത്തോടു കൂടി വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ കോർഡിനേഷൻ ഇല്ലെങ്കിൽ അതൊരു വേസ്റ്റഡ് എഫേർട്ടായിട്ട് മാറും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്ലൈമാക്സിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു എൻവയോൺമെന്റിൽ, ഒരു കമ്പനിയിൽ ഒരു കോർഡിനേഷനോടെ ആൾക്കാർ വർക്ക് ചെയ്തില്ലെങ്കിൽ അവിടെ ഒരു സഹകരണ മനോഭാവം ഉണ്ടാവില്ല. അവിടെ കോർഡിനേഷൻ ഇല്ലെങ്കിൽ അതൊരു വേസ്റ്റഡ് എഫേർട്ടായിട്ട് മാറും. അവർക്ക് ഒരിക്കലും എംപ്ലോയീസിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല, കമ്പനിക്ക് ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അതാണ് കോർഡിനേഷനിൽ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ഇത്രയും സെക്ഷൻസിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഓൾറെഡി നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോർഡിനേഷൻ നോക്കി. ദെൻ എന്താണ് കോർഡിനേഷന്റെ ഇമ്പോർട്ടൻസ് എന്നും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. കോർഡിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരുടെയും എഫേർട്സ് ഒരുമിച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കോർഡിനേഷൻ എന്ത് ചെയ്യും? പല അപ്രോച്ചുകളും ടൈമിങ്ങും എഫേർട്ടും ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്ത് റീകൺസിൽ ചെയ്ത് കൊണ്ടുപോകും. അത് ഒരു കമ്പനിയുടെ ഗ്രോത്തിനെ സഹായിക്കും. ഗ്രോത്ത് ഇൻ സൈസ്, ഓർഗനൈസേഷൻ മൊത്തത്തിൽ വളരാനായിട്ട് പീപ്പിളിനെ കറക്റ്റായിട്ട് എംപ്ലോയ് ചെയ്ത് അവരെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഭയങ്കര പാടാണ് ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. സോ ഇറ്റ് ഈസ് നെസസറി ടു എൻഷുർ അവിടെ ഒരു കോമൺ ഗോൾ ഉണ്ട്, അവിടെ കോർഡിനേഷൻ ഉണ്ട്. സോ അതുവഴി നമ്മുടെ സൈസ്, കമ്പനിയുടെ സൈസ് കൂടും. ഫങ്ഷണൽ ഡിഫറൻസിയേഷൻ, അതായത് ഒരു ഓർഗനൈസേഷന് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, HR ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്ത് പരസ്പരം ഡിപ്പെൻഡ് ചെയ്താണ് പോകുന്നത്. സോ ഈ ലിങ്കിങ് ഓഫ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത് ആരാണ്? കോർഡിനേഷൻ ആണ്. നമ്മൾ കമ്പനി വളരാൻ സഹായിക്കും,
ഫങ്ഷണൽ ഡിഫറൻസിയേഷനെ ഹെൽപ്പ് ചെയ്യും സ്പെഷ്യലൈസേഷൻ ആണ്. ഇപ്പൊ മോഡേൺ ലെവലിൽ സ്പെഷ്യലൈസേഷൻ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഇൻട്രഡക്ഷൻ പാർട്ടിൽ. മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു മോഡേൺ കൺസെപ്റ്റ്, ഒരുപാട് തിയറീസ് ഒക്കെ പണ്ട് മുതലേ ഉണ്ടെങ്കിലും മോഡേൺ കൺസെപ്റ്റിൽ ഒത്തിരി തിയറീസ് വന്നിട്ടുണ്ടെന്നുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർഡിനേഷൻ ഇന്റർഡിപെൻഡന്റ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി പേഴ്സണൽ അപ്രോച്ചുകൾ അവിടെ വരും, ഒരേ സ്പെഷ്യലിസ്റ്റുകളുടെ ഇൻട്രസ്റ്റ് അവിടെ വരും. സോ അങ്ങനെ നമുക്ക് സ്പെഷ്യലൈസേഷൻ ഉള്ളൊരു സ്കോപ്പ്, അതാണ് ഈ കോർഡിനേഷൻ എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഇവിടെ പറയുന്നത്. സ്പെഷ്യലൈസേഷൻ ഉള്ള സ്കോപ്പ് നമുക്ക് തരും. ദെൻ മാനേജ്മെന്റ് ഇൻ ദ 21st century, ഒരു ക്ലൈമാക്സ് ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. എന്താണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ചേഞ്ചിങ്. യു ക്യാൻ മെൻഷൻ ചേഞ്ചിങ് എന്ന് പറഞ്ഞ വേർഡ് എവറി ടൈം വെൻ യു ഗെറ്റ് എ ക്വസ്റ്റ്യൻ അബൌട്ട് ദ ലേറ്റസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ 21st century എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സ്കോപ്പ് ഭയങ്കര കൂടുതലാണ്. ഇന്റർനാഷണൽ ലെവലിലെ സ്കോപ്പ് വളരെയധികം കൂടിയിട്ടുണ്ട്. റിലേഷൻഷിപ്പ് റാപ്പിഡ്ലി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ വേൾഡ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ വില്ലേജ് ആയിട്ട് മാറി. അവിടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ കോൺസെപ്റ്റ് ആയിട്ട് ഇൻവോൾവ് ആയി കഴിഞ്ഞു. എല്ലാത്തിലും മാനേജ്മെന്റ് ഉണ്ട്. സോ 21st century മാനേജ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്റർനാഷണലി റാപ്പിഡ്ലി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ. ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ നോക്കിയത് ഫങ്ഷൻസ് നോക്കി, അതേപോലെ തന്നെ കോർഡിനേഷന്റെ ഇമ്പോർട്ടൻസും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ നമ്മൾ നോക്കി. ദെൻ വീൽ വൈൻഡ് അപ്പ് വിത്ത് മാനേജ്മെന്റ് ഇൻ ദ 21st century.